السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فقد قال الله تعالى في كلامه العزيز: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها، صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനം നിറഞ്ഞ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന അഭിവന്ദരായ ഗുരുനാഥന്മാർ, മറ്റു പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുകയും നാളെ അവൻ്റെ സ്വർഗീയമായ ആരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, സ്വതന്ത്രമായ ചിന്തകളും അന്ധവിശ്വാസങ്ങളും മനുഷ്യനെ അസ്ഥിരതയിലേക്ക് കൊണ്ടെത്തിക്കുന്നതായ ഒരു കാലഘട്ടം. ഹൃദയാന്തരങ്ങളിൽ അന്തർലീനമായ വിശ്വാസങ്ങളെ പുറത്തെടുത്ത് അവ വ്യാജവും കപടവും ആണെന്ന് മുദ്രകുത്തപ്പെടുന്ന കാലഘട്ടം. ശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി പുരോഗതിയുടെ സർവ്വസീമകൾ കീഴടക്കുകയും ഹൃദയത്തിലെ വിശ്വാസത്തെയും ആത്മീയതയെയും മിഥ്യയായും മിഥ്യാഭ്രമമായി മുദ്രകുത്തപ്പെടുന്ന കാലഘട്ടം. ദൈവാന്വേഷണം ദൈവനിഷേധമായി പരിണമിക്കുമ്പോൾ ഹിതാനുസൃതമായ ജീവിതം സ്വപ്നം കണ്ട് ഭോഗത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനികളെ, ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ദൈവമില്ല എന്ന് അരിസ്റ്റോട്ടിൽ പ്രഖ്യാപിച്ചത് BC 4-ാം നൂറ്റാണ്ടിലായിരുന്നു. ചുരുക്കത്തിൽ മതം പഴഞ്ചനാണ് എന്ന് വാദിക്കപ്പെടുന്നുണ്ട് എങ്കിൽ മതനിരാകരണം അറുപഴഞ്ചനാണ്. ദൈവത്തെ നിഷേധിച്ചുകൊണ്ടും സ്ഥാപിച്ചുകൊണ്ടുമുള്ള വാദപ്രതിവാദങ്ങൾ ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലും ലഭ്യമായ അറിവുകളെ മുൻനിർത്തി ദൈവത്തെ കൊല്ലുവാൻ നിരീശ്വരവാന്മാർ ശ്രമിച്ചിട്ടേയുണ്ട്. ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ കാലഘട്ടത്തിൽ 3 ചലന നിയമങ്ങളോടുകൂടി ഇനിയൊരു ദൈവത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് വീമ്പ് നടിച്ചവരുണ്ടായിരുന്നു. എന്നാൽ പ്രപഞ്ചത്തിന്റെ സങ്കീർണതകളെക്കുറിച്ചുള്ള പഠനം, അവയെ മനുഷ്യരാശിക്ക് പൂർണ്ണമായി അറിയുവാൻ സാധ്യമല്ല എന്നുള്ള സത്യം, അത് സിദ്ധാന്ത രൂപങ്ങളിൽ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചതോടുകൂടി യുക്തിവാദ ലോകത്തിന് ആശയദാരിദ്ര്യം ഉണ്ട് എന്ന് ലോകം മനസ്സിലാക്കി. ബഹുമാനികളെ, എന്താണ് സത്യാവസ്ഥ? അക്കാലഘട്ടങ്ങളിൽ ദൈവവിശ്വാസം അന്ധവിശ്വാസമായി തീരുമെന്ന ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി അത് അന്ധവിശ്വാസമായി മാറുമെന്ന അപവാദ പ്രചരണങ്ങളാണ് കേട്ടത് എങ്കിൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശാസ്ത്രം ദൈവത്തെ നിഷേധിക്കാത്തത് എന്ന ചർച്ചയാണ് ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനികളെ, ദൈവാസ്തിത്വത്തിന്റെ കാര്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആദ്യമായി തന്നെ ചർച്ച ചെയ്യുന്നത് മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതിയെക്കുറിച്ച് തന്നെയാണ്. ദൈവത്തെ അന്വേഷിച്ച് ആകാശത്തിന്റെ പുറത്തേക്കോ ഭൂമിയുടെ ആഴങ്ങളിലേക്കോ പോകേണ്ടതില്ല എന്നും, മറിച്ച് മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ തന്നെ ആ വിശ്വാസം അന്തർലീനമായിരിക്കുന്നു എന്നുള്ളതുമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രം. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റൂം, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ, ആകയാൽ സത്യത്തിന്റെ നേരെ നിലകൊള്ളുന്നവനായിട്ട് നീ നിന്റെ മതത്തിലേക്ക് നിന്റെ മുഖത്തെ തിരിച്ചു നിർത്തുക. മനുഷ്യനെ ഏതൊരു പ്രകൃതിയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി അത്രയത്, അതായത് ഫിത്ര, മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതി, അത് തന്നെ സൃഷ്ടാവിനെ അംഗീകരിക്കുന്നതാണ്, മറിച്ച് പ്രത്യേകമായി പഠിപ്പിക്കേണ്ട ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തെക്കുറിച്ച് ഒരു വിധത്തിലുമുള്ള അധ്യാപനം ലഭിക്കാത്ത ഒരു കുട്ടിയെ ഒറ്റപ്പെട്ടതായ ഒരു ദ്വീപിൽ കൊണ്ടുപോയി വളർത്തിയെടുത്താൽ പോലും ആ ദ്വീപിന് ഒരു സൃഷ്ടാവുണ്ടാകുമെന്നുള്ള വിശ്വാസം അവനിൽ രൂപപ്പെട്ടു വരുമെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് നേർ വിപരീതമാണ് നിരീശ്വരവാദം. അത് പ്രത്യേകമായി പഠിപ്പിക്കേണ്ടി വരുന്നു. അത് ഒരിക്കലും മനുഷ്യന് സ്വന്തമായി ലഭിക്കുന്ന ഒരു അറിവല്ല. അതുകൊണ്ടാണ് പാശ്ചാത്യൻ രാജ്യങ്ങളിൽ ദൈവവിശ്വാസത്തിനെതിരായി നിരീശ്വര